LDF സർക്കാർ മലയോര ജനതയ്ക്ക് നൽകിയ ഒരു ഉറപ്പ് കൂടി പാലിക്കപ്പെടുകയാണ്. 1964 ഭൂമി പതിവ് ചട്ടപ്രകാരം 3 ചെയിൻ ഒഴികെയുള്ള പ്രദേശങ്ങളിലെ കൈവശക്കാർക്ക് ഭൂമി പതിവിനുള്ള അപേക്ഷ തിങ്കളാഴ്ച മുതൽ വില്ലേജ് ഓഫീസുകളിൽ സ്വീകരിച്ചു തുടങ്ങുകയാണ്. പതിറ്റാണ്ടുകൾക്ക് മുൻപ് കൃഷിക്കായി കുടിയിരുത്തപ്പെട്ടവരാണ് അടിമാലി പ്രദേശത്തെ ജനത. കൃഷി ചെയ്യാൻ സന്നദ്ധതയുള്ള ആളുകളെ കണ്ടെത്തി ഭൂമിയും വിത്തും കാർഷിക ഉപകരണങ്ങളും നൽകിയായിരുന്നു കുടിയിരുത്തിയത്. ജനങ്ങൾ ഇവിടെ കൃഷി ആരംഭിച്ചു. താമസിക്കാൻ വീടുകൾ വെച്ചു. അടിസ്ഥാന സൗകര്യങ്ങളും ഉയർന്നു വന്നു. ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെട്ടെങ്കിലും കൈവശക്കാർക്ക് പട്ടയമെന്നത് അന്യമായിരുന്നു. ഈ കാത്തിരിപ്പിനാണ് ഒടുവിൽ ഫലമാകുന്നത്. 6 പതിറ്റാണ്ടിലേറെയായി തങ്ങൾ താമസിക്കുന്ന മണ്ണിന്റെ അവകാശത്തിനായി കാത്തിരിക്കുന്ന 3000-ഓളം കുടുംബങ്ങൾക്ക് പ്രതീക്ഷയേകി ജോയിന്റ് വെരിഫിക്കേഷൻ നടപടികൾ പൂർത്തിയായി. ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി ലാൻഡ് റെക്കോർഡുകൾ തയ്യാറാക്കി കഴിഞ്ഞു. കല്ലാർകുട്ടി 10 ചെയിൻ മേഖലയിലെ മുഴുവൻ കൈവശക്കാർക്കും ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ പട്ടയം നൽകുമെന്ന് മന്ത്രി കെ രാജൻ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് എ രാജ MLA നിയമസഭയിൽ ഉന്നയിച്ച സബ്മിഷന് മറുപടിയായും പറഞ്ഞിരുന്നു. ദേവികുളം, ഇടുക്കി താലൂക്കുകളിൽ ഉൾപ്പെട്ടു വരുന്ന കല്ലാർകുട്ടി ഡാമിന്റെ 10 ചെയിൻ പ്രദേശത്തെ യോഗ്യമായ കൈവശങ്ങൾ തിട്ടപ്പെടുത്തുന്നതിന് KSEB റവന്യൂ അധികൃതരുടെ സാന്നിധ്യത്തിൽ പ്രത്യേക സർവേ ടീമിനെ നിയോഗിച്ച് ഫീൽഡ് സർവേ പൂർത്തീകരിച്ചിരുന്നു. വെള്ളത്തൂവൽ, കൊന്നത്തടി വില്ലേജുകളിലായി ആകെ 1405 പേരുടെ കൈവശ ഭൂമിയിലാണ് സർവേ പൂർത്തീകരിച്ചത്. കർഷകർക്ക് പട്ടയം ലഭിക്കുന്നതിനായി CPIM ജില്ലാ കമ്മിറ്റിയും വലിയ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിയിരുന്നു. ഈ ഇടപെടലുകൾ ചരിത്രപരമായ തീരുമാനത്തിന് വേഗം കൂട്ടി. കാലങ്ങളായി സ്വന്തമായി ഒരു തുണ്ട് ഭൂമി സ്വപ്നം കണ്ട ജനതയുടെ സ്വപ്നം ഇതോടെ യാഥാർത്ഥ്യമാവുകയാണ്. കൈരളി ന്യൂസ്, ഇടുക്കി.